ഹലോ ഗൈസ്, മോശമല്ലേ? ഞങ്ങൾ ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഇതാണ് മെയിൻ ഷെഫ്. ഓക്കെ, ഇളക്കി മാറ്റി വെച്ചിട്ട് ഇത് എത്ര നേരം വെക്കണം? ചിക്കൻ ഫ്രൈ ചെയ്ത് ഒരു സെറ്റ് കഴിഞ്ഞു. പിന്നെ ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ ഇട്ട്? മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, യോഗട്ട്, ഇതൊക്കെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഉപ്പ് ഇട്ടിട്ടുണ്ടാവും വിചാരിക്കും. പിന്നെ ഇവിടെ അരി കഴുകി വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസ് ആണ്. ദെൻ ദിസ് ഇസ് ഇടുവോ ഉള്ളി സവോള വറുത്ത്, പിന്നെ കാഷ്യൂം കിസ്മിസ് വറുത്ത്, ബട്ടർ, എണ്ണ. ഇത് വെറുതെ നോക്കി നിൽക്കുന്ന ലൊലിറ്റ, കുക്കിങ്ങിന്റെ ABCD അറിയാത്ത കുട്ടി. ഇത് മെയിൻ ഷെഫാന്നൊക്കെ പറയപ്പെടുന്നു. അല്ല, അറിയോ? അതല്ല മറ്റവൾക്ക്. മര്യാദ വേണ്ടോ? ഇനി നമ്മൾ സ്പൈസസ് ഒക്കെ ഇടാൻ പോവാണ്. ആ കബോർഡ്സ് ഒക്കെ ക്ലോസ് ചെയ്ത് അതെന്തിനാ ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത്? ബട്ടർ ഇട്ടു, നെയ്യ് ഇട്ടു, ബട്ടർ ഇട്ടു, ഓയിൽ ഇട്ടു. ഇനി നമ്മള് ബാക്കി സ്പൈസസ് ഒക്കെ ഇടാൻ പോവാ. അരി 2 ഗ്ലാസ് അല്ലേ? അരി 2 ഗ്ലാസ് കഴുകിപ്പോ ഇതിലേക്ക് ഇട്ടിട്ട് അതിന്റെ എന്തൊക്കെ ഇട്ടാ? ബട്ടർ, എണ്ണ, എന്ത് സ്പൈസ്? എല്ലാ സ്പൈസ് ഇട്ടോ? ഗ്രാമ്പൂ, പട്ട, ഏലക്ക, എന്താ പറഞ്ഞൂടെ? ഒന്നും പറ്റില്ലായിരിക്കല്ലേ കഴിച്ചാൽ? ഏലക്ക എന്താ പറയാ? കുട്ടിയോടാണ് ഏലക്ക എന്താ പറയാ? ഏലയുടെ പേരെന്താണ്? അരി 2 മിനിറ്റ്സ് ഓർക്കണം കേട്ടോ, ഷെഫിന്റെ. പിന്നെ ഇവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 1 കപ്പിന് 1.25 കപ്പ് വെള്ളം. അയ്യോ, ആ പാത്രം കാണിക്കണം. ആ പാത്രം കാണിക്കണം. ഇവിടെ ആക്ച്വലി എത്ര വെള്ളം ഒഴിച്ച്? 1 കപ്പിന് 1.25 കപ്പ് വെള്ളം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിലല്ലേ ലെമൺ ഇടണ്ടേ? ഒട്ടിപ്പിടിക്കാതിരിക്കും. അതിന് എണ്ണ ഒഴിക്കും. ലെമൺ വീഡിയോ നോക്കിയോ? ലെമൺ അവർ ഒഴിക്കുന്നത് വീഡിയോ എന്തോ കണ്ടിട്ട് വന്നേക്കുവാ. നമ്മള് 2-3 വീഡിയോ കാണും, എന്നിട്ട് അപ്പൊ എന്റെ മൈൻഡിൽ എനിക്കൊരു റെസിപ്പി വരും. അതാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഗുഡ്. മെയിൻ ഷെഫ് പറഞ്ഞ നമുക്ക് സ്വീകരിക്കാം ഗൈസ്. ഇനി കൂടുതൽ പറയാൻ പോയാൽ ചിലപ്പോ ബിരിയാണി കിട്ടൂല. ഇത് അസിസ്റ്റന്റ് ഷെഫ് അല്ലേ? കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിലും ഈടെയൊക്കെ കണ്ട അവിടെ ഇവിടെ എന്തൊക്കെ അറിയാം. ഓക്കെ, ഇത് അടച്ചു വെച്ചു അല്ലേ? എത്ര നേരം വെക്കണം? വെയിറ്റോ വിസിലോ? ഓക്കെ. ആ കബോർഡ്സ് എന്തിനാ തുറന്നു വെച്ചിരിക്കുന്നത്? അത് ഈസി ആക്സസ് ആണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞാൻ ആ പോർഷൻ കട്ട് ചെയ്തു ഗൈസ്. ആവശ്യമില്ലാത്ത സീൻസ് ഒന്നും അവിടെ എടുക്കാൻ പാടില്ല. കൊള്ളാം ഗൈസ്, നല്ല റൂമാണ്, നല്ല സ്പേഷ്യസ് ഉണ്ട്. എവിടെയാ ലൊക്കേഷൻ പറ? ലൊക്കേഷൻ കൊള്ളാം ഗൈസ്, നല്ലതാണ്. നല്ല വെട്ടവും വെളിച്ചമൊക്കെ വരുന്നുണ്ട്. നല്ല റൂമാ, സ്പേഷ്യസ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്ര സ്പേഷ്യസ് അല്ല, എന്നാലും ഓക്കെ. ഞങ്ങൾ 2 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ അത്രയും മതി. ഓക്കെ. ഗൈസ്, ക്യാമറമാൻ ശരിയില്ല. ഞാൻ പറയണ പകുതി കാര്യം ക്യാപ്ചർ ചെയ്യുന്നില്ല. 30 പറയണേ. ശരി. 30 ആകുമ്പോ തുറക്കണം ഗൈസ്. ഇതേ വെള്ളമൊക്കെ തുറക്കുന്നതിന്റെ പൊട്ടിത്തെറിക്കോ? മതി. ഇവിടെ ഒരാൾ അതിട്ട് ഇളക്കുന്നു. ഓക്കെ, കാര്യങ്ങൾ ഇവിടെ വരെ. ഇതെന്താ? ആ റൈസ് മാറ്റി വെച്ചു, 10 മിനിറ്റ് മാറ്റി വെച്ചു. ഇതിപ്പോ കുറച്ച് സവാള, എന്താ എണ്ണ മാത്രം ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലായിരുന്നു, അത് സെയിം ഓയിലിൽ അതിട്ടു. പിന്നെ ഉള്ളി ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് മസാലകൾ ഒക്കെ ആഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ ഇത് ക്രഷ് ചെയ്ത് വെച്ചു. കൊറിയൻഡർ, പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം,
ഇതെല്ലാം ക്രഷ് ചെയ്തിട്ട്. നേരത്തെ ക്രഷ് ചെയ്ത പേസ്റ്റ്, കൊറിയാണ്ടറിന്റെ പേസ്റ്റ് ഇതിലിട്ടു. ഇനി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിടുമ്പോൾ നല്ലൊരു മണം. നേരെ നല്ല മണം വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ മുളക് പൊടി ചേർത്തോണ്ട് ഇപ്പൊ കുറച്ച് ഇടുന്നത്. ഓക്കെ, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടെ ഇട്ട്. ചിക്കൻ മസാല ഇടൂല, വേണമെങ്കിൽ ഇട്ടോ. ഇതിനകത്ത് ഗരം മസാല മാത്രം ഇടുന്നുള്ളൂ. ചിട്ടാ ടേസ്റ്റ് ഉണ്ടാവില്ലേ? ഉണ്ടോ ചിക്കൻ മസാല? കുറച്ച് ചിക്കൻ മസാല കൂടി ഇടുന്നുണ്ട്. ഓ, നിന്നൊന്നും അടുത്ത കേസ്. ഈ ചിക്കൻ കറി അല്ല ബിരിയാണി ഉണ്ടാക്കുന്നതിലും കഷ്ടമാണ് ഈ വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നത്. ഒരു തക്കാളി കൂടി ഇടുക. തക്കാളി നമ്മളിങ്ങനെ അടച്ച് വെച്ച് ഉള്ള വെയിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാൻ പോകും. ഓക്കെ. വേറെ ഒന്നും ആഡ് ചെയ്യാനില്ലെന്നല്ലേ? കൊള്ളാവോ? ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇത് വേവിക്കാനൊന്നുമില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്തത്. അതുകൊണ്ട് ഇതിന് സമയം നോക്കില്ല. അല്ലേടാ, സ്വയം ഉണ്ടാക്ക. അടുത്ത സ്റ്റെപ്പ് നിനക്ക് അറിയും. യു ആർ ദ മെയിൻ ഷെഫ്. നമ്മള് മാറ്റി വെച്ച റൈസ് ഇല്ലേ, റൈസ് നോക്ക് ഗൈസ്, എല്ലാം വിട്ട് വന്നിട്ടുണ്ട്. എല്ലാ പീസും ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണിരിക്കാം. എന്താ അവസാനം അരിക്കുന്നുണ്ടോ? ബിരിയാണിക്കുന്നുണ്ട്. ഔട്ടുണ്ട്, ഞാൻ ടേസ്റ്റ് ചെയ്തു. നല്ലുണ്ട്, കറക്റ്റ് നല്ല വിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ വരണം. നമ്മൾ കട്ട പിടിച്ചിരിക്കാൻ പാടില്ല. ഇത് കട്ടല്ല കേട്ടോ. ഇനി നമ്മൾ കള്ള നിർത്തിയിട്ട് കുക്ക് ചെയ്യും കുട്ടി. ഇനി നമ്മളിതിലേക്ക് നമ്മൾ റൈസ് ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഒറ്റ ലെയർ ആക്കുന്നില്ല. ദം ചെയ്യേണ്ടവർക്ക് ദം ചെയ്യാം. 10 മിനിറ്റ് വെക്കുന്നുണ്ട് അത്രയുള്ളൂ. കാരണം നമ്മൾ നോർമലി നമ്മൾ 45 മിനിറ്റ്സ് ഒക്കെ ദം ചെയ്യാൻ വെക്കണം എന്നാണ് പറയാം. പക്ഷെ നമുക്ക് ദം ചെയ്യാനുള്ള പാത്രം നമ്മുടെ അടുത്തില്ല. അതാണ് മാത്രമല്ല, പിന്നെ നമ്മൾ അരിയും ഓൾമോസ്റ്റ് വെന്തു. ദം വെച്ചാൽ കൂടുതൽ വെന്ത് കുളമാവും. അതുകൊണ്ട് ഇപ്പം അങ്ങനെ തന്നെ ഡയറക്റ്റ് ഇടാം. പിന്നെ ലാസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി അല്ലേ? റൈസ് ഇട്ടു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. നെയ്യ് എടുത്തോണ്ട് നെയ്യ് എടുത്തോണ്ട് ചെല്ലാൻ പ്രതീക്ഷ. നെയ്യ് കൊണ്ട് കൊടുക്കട്ടെ. ഈ നമ്മുടെ ചിക്കൻ്റെ ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ടു. ഇത്തിരി നമ്മൾ നേരത്തെ ബട്ടർ യൂസ് ചെയ്തേ. ഓക്കെ, കുറച്ച് നെയ്യ് വേണം. ഇതിലേക്ക് നെയ്യ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ സ്റ്റൗ ഇതിൽ ഓഫ് ചെയ്തിട്ടില്ല, അപ്പോൾ ഈ നെയ്യൊക്കെ ഉരുകി ഇറങ്ങിക്കോളും. ഓക്കെ, കുറച്ച് അധികം നെയ്യ് ഇടുന്നുണ്ട്, ബിക്കോസ് നെയ്യാണല്ലോ ബിരിയാണിയുടെ ഒരു മെയിൻ ടേസ്റ്റ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കരിഞ്ഞു പോയി. ഇത്രയും കരിയാൻ പാടില്ല. ഇത്രയും കരിയാൻ പാടില്ല. കുറച്ച് കരിഞ്ഞു പോയി. സാരമില്ല. ഇത് കുറച്ച് നമ്മൾ ലെയർ ആക്കാറുണ്ട്. ആക്ച്വലി കുറച്ച് കൂടുതലുണ്ട്. കുഴപ്പമില്ല. കാഷ്യൂവും കിസ്മിസും പിന്നെ സവാള വറുത്തതും എല്ലാം കൂടെ മേലെ വിതറി ഇടുക. നമ്മളിത് പിന്നെ എന്തായാലും മിക്സ് ചെയ്യാലോ. അപ്പോൾ ഞാനിങ്ങനെ ഇടുക. അപ്പോൾ ബിരിയാണി അപ്പോൾ ബിരിയാണിന്റെ 10 മിനിറ്റ് അടച്ചു വെക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാ. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് വേണോ? 5 മിനിറ്റ് ഫുള്ള് മിക്സ് ചെയ്യാണ്. എന്താ പറ്റി? ഇതാ മിക്സ് ചെയ്യാൻ പറ്റുന്നത്. ടേസ്റ്റ് നോക്കാൻ പോവാണ് ഗൈസ്, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കുട്ടി വരൂ. നമ്മുടെ ഗസ്റ്റ് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യട്ടെ. ഗസ്റ്റ് അല്ല, ഓക്കെ, ടേസ്റ്റ് നോക്കാൻ പോവാണ്. ടേസ്റ്റ് നോക്കട്ടെ ഗൈസ്. നോക്കൂ, ചൂടാ. അതിൻ്റെ അങ്ങോട്ട് ഇട്ട് വേഗം എനിക്കിങ്ങനെ പിടിക്കാൻ. എങ്ങനെയുണ്ട്? ജെന്യുവൻ റിവ്യൂ പറയണം. കൊള്ളാം കൊള്ളാം ഗൈസ്, അടിപൊളി, സൂപ്പർ ബിരിയാണി. നല്ല അടിപൊളിയാ, കുഴപ്പമില്ല, നല്ലുണ്ട്. പുള്ളി തന്നെ വേണ്ട പ്രശ്നമാണ്. അതിന്റെ അത് ഇവിടെ കഴിച്ചാൽ കൊള്ളാം, നല്ലുണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ ബൈ.